വയനാട്ടിലെ മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾ നൽകിയ അപ്പീൽ കോടതി വീണ്ടും തള്ളിയിരിക്കുകയാണ്. അതായത് വനം വകുപ്പ് കണ്ടുകെട്ടിയ തടികൾ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഈ കോടതി വിധിയിലൂടെ മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. CR നീലാണ്ടൻ സാറുണ്ട്, ഒപ്പം രാമേന്ദ്ര സാറുണ്ട്. എങ്ങനെ കാണും ഇതിനെ? അതായത് ഈ അഗസ്റ്റിൻ സഹോദരന്മാര് നടത്തിയത് കൊള്ള തന്നെ, മരം മുറിച്ച് കടത്തിയത് തന്നെ അവർ കൊള്ളക്കാർ തന്നെ. അഗസ്റ്റിൻ സഹോദരന്മാര് റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിനാണ് ഈ മരംമുറി ചാനൽ എന്നറിയപ്പെടുന്ന റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മുട്ടിൽ മരംമുറി എന്നുള്ള പേരിൽ കുപ്രസിദ്ധാണ്. തടികൾ അവിടെ നിന്ന് വനം വകുപ്പ് കണ്ടുകെട്ടിയത് ഇപ്പോൾ കോടതി ശരിവെച്ചു. ജില്ലാ കോടതി, വയനാട്ടിലെ ജില്ലാ കോടതിയാണ് അത് അപ്പീൽ തള്ളിയിരിക്കുന്നത് ആൻഡോ സഹോദരന്മാരുടെ. ഇത് 2020-21 കാലത്താണ് ഈ ഈട്ടിത്തടികൾ ഇവർ വെട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ഉപാധികളോടെ പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് മുറിച്ച മരങ്ങൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കണ്ടുകെട്ടിയത് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അപ്പീൽ കൊടുത്തത്. ആ അപ്പീലാണ് തള്ളിയത്. 12 പ്രതികൾ ആണ് കേസിലുള്ളത്. ഇവരല്ലാതെ 9 പ്രതികളുണ്ട്. 1964 ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ കർഷകൻ നട്ടതോ ആയ മരങ്ങൾ മുറിക്കാമെന്ന് 2021 സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇറങ്ങി. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലകിൻ്റെ ഉത്തരവ്. 3 മാസം മാത്രമാണ് ഉത്തരവ് ഉണ്ടായിരുന്നത്. അത് ഇവർക്ക് വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഉത്തരവാണെന്ന് ആരോപണമുണ്ട്. ജയതിലക് അന്ന് ഇറക്കിയത്. അപ്പോൾ FIR അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 500 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംരക്ഷിത മരങ്ങൾ അടക്കം ആണ് മുറിച്ചു മാറ്റിയത് എന്ന് DNA പരിശോധനയിൽ കണ്ടിട്ടുണ്ട്. മരങ്ങളുടെ DNA പരിശോധന ഒരു കേസിൽ ആദ്യമായിട്ടാണ് നടത്തുന്നതെന്ന് ഞാൻ വായിച്ചു. അത് അത്ര ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പം ഇവർ ജാമ്യത്തിലാണ്. അപ്പോൾ പട്ടയഭൂമി 3 തരാണ്: ജന്മം, ലാൻഡ് ട്രിബ്യൂണൽ, ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയങ്ങൾ. അപ്പോൾ ലാൻഡ് അസൈൻമെൻറ്റിലെ ഭൂമിയിലെ ചില മരങ്ങൾ സർക്കാരിനുള്ളതാണ്. 4 മരങ്ങൾ: ചന്ദനം, തേക്ക്, ഈട്ടി, എബണി. ഇത് സർക്കാരിനുള്ളതാണ്. അപ്പോൾ വയനാട്, എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിലൊക്കെ ഇങ്ങനെയുണ്ട്, ഭൂമിയുണ്ട്. വയനാട്ടിലെ ലാൻഡ് അസൈൻമെൻറ്റ് ഭൂമികളിലൊന്നാണ് ഈ മുട്ടിൽ മരം മുറിച്ച ഭൂമി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന 2020 ജയതിലക് 2020 ഒക്ടോബർ 24 പുറപ്പെടുവിച്ചതാണ് ഉത്തരവ്. ചന്ദനമൊഴികെ എല്ലാം മുറിക്കാം എന്നാണ് ആ ഉത്തരവിൽ ജയതിലക് പറഞ്ഞിരുന്നത്. 3 മാസം മാത്രമാണ് ഉത്തരവ് ഉണ്ടായിരുന്നത്. ആ 3 മാസത്തിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഈട്ടിമരങ്ങൾ മുറിച്ച് കടത്തിയത്. ആ സമയത്ത് ഈ മുട്ടിൽ മാത്രമല്ല, ഈ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ മരംമുറി നിർബാധം നടന്നു. മുട്ടിൽ വില്ലേജിൽ മാത്രം 15 കോടി രൂപയുടെ മരം ഉണ്ടെന്നാണ് കണക്ക്. ആദിവാസികൾ, കർഷകർ ഉൾപ്പെടെ ഇവരിൽ നിന്ന് ഈ മുറിക്കുക എന്ന് പറഞ്ഞ അനുവാദം പത്രം വാങ്ങിയത് ഈ റോജി അഗസ്റ്റിൻ, ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഹാജരാക്കിയ ഈ അനുമതി പത്രം ഉണ്ടല്ലോ, ആദിവാസികളുടെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കർഷകർ, ഇത് മുഴുവൻ റോജി അഗസ്റ്റിൻ്റെ കൈപ്പടയിലുള്ളതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജമായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ 104 മരങ്ങൾ ആണ് ഇവർ മുറിച്ചത്. 300 വർഷത്തിലേറെ പഴക്കം ഇതിനുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ സംഭവം. ആകത്തുക ഇതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിനെ ഞെട്ടിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. ഇപ്പൊ ചീഫ് സെക്രട്ടറിയാണ് ഈ ബഹുമാന്യനായ ഡോക്ടർ ജയതിലകൻ, ഡോക്ടറിൻ്റെ IAS. അദ്ദേഹം വന്ന് ഈ പറഞ്ഞതുപോലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ആ ഉത്തരവിറങ്ങി മരം മുറിച്ച ആ വാർത്ത വരുന്ന ദിവസം മുതൽ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ 1964 ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം കൊടുക്കുമ്പോൾ കൃത്യമായും ഒരു ഉപാധി വച്ചിട്ടുണ്ട്. അതിൽ ഇന്ന മരങ്ങൾ മുറിക്കാൻ പാടില്ല
എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന മരങ്ങൾ മുറിക്കും. 12 തരം രാജകീയ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല. ബാക്കി മരങ്ങൾ അതിൽ ഈ പറഞ്ഞതുപോലെ ചന്ദനമുണ്ട്, ഈട്ടിയുണ്ട്, തേക്കുണ്ട്, അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട്. ബാക്കി മരങ്ങൾ മുറിക്കാം, ബാക്കി മരങ്ങൾ കൃഷി ചെയ്യാം, മുറിക്കാം. പിന്നെ വന്നൊരു വ്യത്യാസം, നമ്മൾ നട്ട് കിളിർത്ത മരങ്ങളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 64 ശേഷം ഈ ലാൻഡ് കിട്ടിയതിന് ശേഷം, 64 എന്ന് പറഞ്ഞാൽ ഈ വർഷ അന്ന് കൊടുത്തിട്ടില്ല ലാൻഡ് കൊടുത്തിട്ടുള്ള അതിന് ശേഷമാണ്. അല്ല, 64 നിയമം അനുസരിച്ച് കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ വച്ച മരമാണെങ്കിൽ മുറിക്കാം. അത് ശരിയാണ്, വച്ച് കിളിർത്ത മരമാണെന്ന് നോക്കിയാൽ അപ്പോൾ ഒരു 50-60 വർഷത്തെ പ്രായമുള്ള മരങ്ങളാണെങ്കിൽ മുറിക്കാം. ഇതാണ് അതിൻ്റെ നിയമം. ഇതിനെ വളരെ സമർത്ഥമായി അട്ടിമറിച്ച ഈ പറഞ്ഞ അഗസ്റ്റിൻ സഹോദരന്മാർ ഈ ജയതിലകൻ എന്ന് പറയുന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ഒത്തുകളിക്കുന്നു. കൃത്യമായി ഇത് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായി ഒക്ടോബറിൽ ഒരു ഉത്തരവ് നമ്മളൊന്നും കാണുന്നില്ല, കാരണം സർക്കാർ ഉത്തരവ് ഇങ്ങനെ പലതും പല സ്ഥലത്തും വരുന്നുണ്ട്. ഈ മരം വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും ഉദ്യോഗസ്ഥരും ഇതിൽ കയറി തടഞ്ഞു. കാരണം അവിടെ നിന്ന് നിരന്തരമായി മരം വെട്ടിക്കടത്തി കൊണ്ടുവരുന്നിരുന്ന ഒരു ലോബിയുണ്ട്. ആ ലോബി പെരുമ്പാവൂരാണ് അവരുടെ മരം എടുക്കുന്നത്. അപ്പൊ പെരുമ്പാവൂർ വെച്ച് ഒരു ലോറി പിടിച്ചു വരുടെ, അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോഴാണ് മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ മരം മുറിച്ചു കൂട്ടിയിട്ടുണ്ടെന്നും അത് കൊണ്ടുപോകാൻ പോവാണെന്ന് പറഞ്ഞത്. അങ്ങനെ നടത്തിയ അന്വേഷണമാണ് ഇത് എങ്ങനെയാണ് മുറിച്ചതെന്ന് വെച്ചപ്പോൾ ഇയാൾ ഉത്തരവെടുത്ത് കാണിച്ചു. ജയതിലകൻ്റെ ഉത്തരവെടുത്ത് കാണിച്ചു. ഈ ഉത്തരവ് നിയമപരമായി തന്നെ നിൽക്കുന്നതല്ല, ഇത് ലീഗലി നിൽക്കുന്നതല്ല എന്ന് നമ്മളൊക്കെ അന്ന് വളരെ കൃത്യമായി വാദിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിന് മാറ്റാവുന്നതല്ല LA പട്ടയത്തിലെ വ്യവസ്ഥകൾ. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് മരം വെട്ടിക്കോ എന്ന് പറയാൻ പറ്റില്ല. ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ അന്ന് ഈ ചർച്ച നടക്കുമ്പോൾ ഈ ജോയിന്റ് കൗൺസിലിന്റെ CPM-കാർ വന്നില്ല, CPI-കാർ വന്ന് ആദ്യം ന്യായീകരിച്ചത് ജയതിലകൻ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. കാരണം അവരുടെ വകുപ്പാണ് റവന്യൂ. അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഇത് ഞങ്ങൾ അങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഒരു സംശയമില്ല, ഇത് നിയമവിരുദ്ധമായ ഉത്തരവാണ് എന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ പോകാൻ തീരുമാനിക്കുമ്പോഴാണ് ആ ഉത്തരവ് റദ്ദാക്കപ്പെടുന്നത്. ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഈ ഉത്തരവ് ശരിയാണെന്ന് വാദിച്ച ആളുകൾ ഉത്തരവ് റദ്ദാക്കിയത് എന്തിന് എന്ന ചോദ്യം നമ്മൾ ഉന്നയിച്ചു. എന്തിനാണ് റദ്ദാക്കിയത്? ശരിയായ ഒരു ഉത്തരവാണ് പിന്നെ എന്തിനാണ് റദ്ദാക്കണേ? ഉത്തരവെന്നാ പോരെ. അപ്പൊ ശരിയായ ഉത്തരവല്ല. 2, ഈ ഉത്തരവ് പ്രകാരം ഇപ്പൊ നമുക്കൊരു ഉത്തരവിട്ട് വേണമെങ്കിൽ പിൻവലിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു, ഞാൻ പറഞ്ഞൊരു ഉദാഹരണം, വധശിക്ഷയ്ക്ക് വിധിച്ചു, വധശിക്ഷ നടപ്പാക്കി, അയ്യോ അത് വിധി തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇവിടെ ഇറിവേഴ്സിബിളായ ഒരു വലിയ തെറ്റ് നടന്നിരിക്കുന്നു. കാരണം വലിയൊരു നഷ്ടം സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു, പ്രകൃതിക്ക് സംഭവിച്ചിരിക്കുന്നു, അവിടുത്തെ ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇറിവേഴ്സിബിളായ, കാരണം തിരിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ മരം വെട്ടിയ മരം പിന്നെ തിരിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിന് ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് കാൽക്കുലേറ്റ് ഈ 15 കോടി രൂപ എന്ന് പറയുന്നത് മരത്തിന്റെ വിലയാണ്. യഥാർത്ഥത്തിൽ മരത്തിന്റെ വിലയല്ല, മരത്തിന്റെ മൂല്യം. ഇത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതിനെന്താവും വില? 10 കൊല്ലം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ ഈ ഈട്ടിക്ക് എത്ര വില കിട്ടും? ഇന്ന് കാണുന്ന വിലയല്ലല്ലോ. ഒരു പക്ഷേ 10-20 കൊല്ലം കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വില എന്താ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ കിട്ടുന്ന മരത്തിന്റെ ഇത്ര ക്യൂബിക് അടി മരം എന്നൊന്നും പറയുന്നതിന് ഒരു അർത്ഥമില്ല. ഈ 15 കോടി എന്നുള്ളതിന് കണക്കില്ല. ഞാൻ കണക്കാക്കുന്നതിൻ്റെ 300 കോടി രൂപയുടെ മൂല്യം അതിനുണ്ട് മൊത്തം നമ്മൾ കണക്കാക്കി വരുമ്പോൾ. അപ്പോൾ 300 കോടി രൂപയുടെ നഷ്ടം സ്റ്റേറ്റിനുണ്ടാക്കിയ ഒരു ഉത്തരവ് ആര് പറഞ്ഞിട്ടിറക്കി എന്ന് പറയണ്ടേ? ഈ ജയതിലകൻ രാവിലെ ഇരുന്ന് അദ്ദേഹത്തിന് ഇന്ന ഒരു ഉത്തരവ് ഇറക്കിയേക്കാന്ന് പറഞ്ഞ് ഇറക്കിയതല്ലോ. ആരായിരിക്കണം ഇത്രയും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഉത്തരവ് ഇറക്കാൻ ആരാണ് അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം ചെയ്തത്? റവന്യൂ മന്ത്രിയാണോ? ചീഫ് സെക്രട്ടറിയാണോ? അതോ അദ്ദേഹത്തിന് തോന്നി ആരെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ജയിച്ചാണ്? ജയതിലകന്റെ അതിനുശേഷവും അതിനു മുമ്പുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, പ്രശാന്ത് ബ്രോ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ഇപ്പൊ സസ്പെൻഷനിലാണ്. അദ്ദേഹം ജയതിലകനെതിരെ വളരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, നിരവധി ആരോപണങ്ങൾ. അപ്പോൾ ജയതിലകനെ സംരക്ഷിക്കുകയും പ്രശാന്ത് ബ്രോയെ ഒഴിച്ചു നിർത്തുക, അയാളെ സസ്പെൻഡ് ചെയ്യുകയും അയാൾക്കെതിരെ നടപടി വരും എന്തായാലും. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ വലിയൊരു ലോബിയുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഇതിൽ പ്രശ്നം ആൻഡോ അഗസ്റ്റിനോ അല്ലെങ്കിൽ റോജി അഗസ്റ്റിനോ വരുന്നു എന്നുള്ളതല്ല. 10-12 പാവപ്പെട്ട മനുഷ്യർ ഇതിൽ പ്രതികളായി. ആരാ? ഈ ആദിവാസികൾ, കർഷകർ. അവൻ ജീവിതത്തിൽ അറിഞ്ഞില്ല. അവരുടെ അടുത്തുകൊണ്ട് പോയിട്ട് ഒരു 25,000 രൂപ കൊടുത്തിട്ട് നിന്റെ വീട്ടിലുള്ള തേക്ക് അല്ലെങ്കിൽ ഈട്ടി ഞാൻ വെട്ടാൻ പോവാണെന്ന് പറയുമ്പോൾ, ഓ ശരി വെട്ടിക്കോ, അപ്പൊ അതിനെങ്ങനെയാ? കാശ് ഞാൻ തരാം, അതിന് ഇത്ര ലക്ഷം രൂപ തരാം, 2 ലക്ഷം രൂപ തരാം, ഇപ്പൊ അഡ്വാൻസ് 25,000 പിടി എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് കാണിച്ച്, എന്നിട്ട് ഇവരുടെ പേരിലുള്ള അപേക്ഷ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോജി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ കൈകൊണ്ട് എഴുതിയുണ്ടാക്കി വ്യാജരേഖ കുറ്റം. അപ്പൊ അവിടെ ആദ്യത്തെ പ്രശ്നം അതാണ്, വ്യാജരേഖ ഉണ്ടാക്കുക. അതുകൊണ്ട് ഈ വില്ലേജ് ഓഫീസിൽ കൊടുക്കുക, അത് കാണിച്ച് ഫോറസ്റ്റുകാരെ പറ്റിക്കുക, അത് കാണിച്ച് ഇത് വെട്ടുക, വെട്ടിയത് അവിടെ ഇടുക. എന്നിട്ട് ഇത് കണ്ടുപിടിച്ച ഫോറസ്റ്റ് ഓഫീസർക്കെതിരെ നടപടി ഉണ്ടായി.
അതാണ് അതിലെ ഗതികേട്. ഈ സത്യം കണ്ടുപിടിച്ച ഫോറസ്റ്റ് ഓഫീസറെ മാറ്റുകയും അയാൾക്കെതിരെ സസ്പെൻഷനൊക്കെ വരികയും ചെയ്തു. കാരണം വലിയ ആളുകളുടെ സംഗതി ചോദ്യം ചെയ്തതല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥിതി, ഇത് സർക്കാർ മരാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കാരണം അല്ലെങ്കിൽ തന്നെ ഉത്തരവില്ലല്ലോ. ഇപ്പൊ ആ ഉത്തരവ് ഉണ്ടെങ്കിലല്ലേ ഇത് സർക്കാർ ഭൂമിയാ. ഉത്തരവില്ലാത്തടത്തോളം സർക്കാർ ഇതല്ല. ഈ ഉത്തരവിന്റെ ബലത്തിൽ ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ അപ്പോൾ ഇത് ശരിയായിരുന്നു എന്ന് വാദിക്കാനാണ് സഹോദരന്മാർ, ഈ റോജി അഗസ്റ്റിൻ സഹോദരന്മാർ ശ്രമിച്ചത്. പക്ഷെ അത് നിലനിൽക്കില്ല. കാരണം ഇല്ലീഗലായ ഒരു ഉത്തരവിന്റെ പുറത്ത് ഒരു ആക്ഷൻ എടുത്തത് അത് ഇല്ലീഗൽ തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഉത്തരവ് നിലനിൽക്കുന്നില്ല. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ വ്യാജരേഖ ചമക്കലടക്കം, കള്ളത്തടി വെട്ടലടക്കം, ഫോറസ്റ്റ് നിയമങ്ങളുടെ ലംഘനമടക്കം നിരവധി ലംഘനങ്ങളുണ്ട്. കുറച്ചു കാലം ജയിലിൽ കിടക്കുകയും ചെയ്തു. ഈ ഇപ്പൊ ഇല്ലീഗൽ ഉത്തരവാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ഈ 12 മൊത്തം പ്രതികളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ജയതിലക് വന്നില്ല? അല്ല, അവിടെയാണ് പോലീസിന്റെ കളി. എന്നുവെച്ചാൽ അത് ഈ സർക്കാർ എടുക്കുന്ന ഒരു കാര്യമുണ്ട്. ജയതിലകിനെ പ്രതിയാക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രതിയാക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. സർക്കാർ അനുമതി കൊടുക്കില്ല, ഒബ്വിയസ്ലി കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് സർക്കാരിന് ഈ ഉത്തരവിൽ സർക്കാരിന് പങ്കുണ്ടെന്ന് തന്നെ നമ്മൾ വാദിച്ചത്. പൊളിറ്റിക്കൽ ഉത്തരവായി ഇത്, അല്ലാതെ ജയതിലകന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവല്ല. ആരാണ് ഇതിന്റെ പൊളിറ്റിക്സിൽ പിന്നിലുള്ളത്? അവിടെയാണ് നമ്മൾ ചോദിച്ച ചോദ്യം. അപ്പോൾ പൊളിറ്റിക്കലായ ഒരു സാധനത്തിന് പൊളിറ്റിക്കൽ കുറ്റത്തിന് പോലീസിന് കേസെടുക്കാൻ പറ്റില്ല. അപ്പൊ ജയതിലകനെതിരെ കേസെടുക്കണമെങ്കിൽ സർക്കാർ അനുമതി കൊടുത്താലേ പറ്റൂ. അതുകൊണ്ടാണ് അത് ഇപ്പൊ കേസെടുക്കാത്തത്. ഇനി ഈ പാവം 9 പേര് ഇപ്പൊ വലിയ പിഴ അടക്കേണ്ടി വരിക. കാരണം ഒക്കെ ഉണ്ടായിരുന്ന, എൻ്റെ വീട്ടിൽ പാവം വളർത്തിയിരുന്ന, ഇതുവരെ അവരുടെ മക്കള് പഠനത്തിനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ പോലും വെട്ടാതെ എത്തിയിരിക്കുന്ന വെട്ടിയ കുറ്റാണ്. അതുകൊണ്ട് ആ മരമാണ് ഇപ്പം വെട്ടി കാശാക്കാൻ പോണത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ എവിടെയുണ്ട്? ഈ കേസ് മൂടിപ്പോയ മാതിരിയാണ്. കാരണം നമുക്കറിയാം, ദിവസവും ചാനലിൽ വന്നിരുന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സന്മാർഗവും, എന്താ പറയുക, സദാചാരം, രാഷ്ട്രീയ സദാചാരം, അഴിമതിക്കെതിരായി ഭീതികരമായി അട്ടഹസിക്കുന്ന ഒരാളാണിത്. ഇതിലൊരാൾ അല്ലെ നമ്മൾ കാണുമ്പോൾ ദിവസവും 4 ആൾ കൂടി ഇരുന്ന് ഇങ്ങനെ അഴിമതി ഭീകരം, അത് ഇനി പിണറായി വിജയനോളം ദൈവമായിട്ട് വേറെ ആരും ഇല്ല എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വന്നവരെ പറഞ്ഞ് അവരുടെ പിണറായി വിജയന്റെ PR ഹെഡായി, ഹെഡ് ഇപ്പോൾ അരുണാണോ ഇയാളാണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും PR ഹെഡായി നിൽക്കുന്ന ഒരു ചാനൽ, PR ചാനലായി നിൽക്കുന്ന ഒരു ചാനൽ എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിന് കൃത്യമായി ഉത്തരവുണ്ട്. കാരണം ഇതല്ല എങ്കിൽ അയാൾ പിണറായി വിജയനെതിരെ ഒരു ദിവസം പറഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ ജയിലിലാവും, കുടുംബമടക്കം ജയിലിലാവും, അയാൾ വേണ്ട അനിയന്മാരൊക്കെ കൂടി ജയിലിലാവും. അത് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി ഇപ്പൊ തൽക്കാലം കാണിക്കുന്ന ഒരു അഭ്യാസമാണിത്. അത് ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ്. കാരണം ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞാൻ സംരക്ഷിക്കുന്നു പറയുന്നതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി അല്ലേ. ഞാൻ കുറ്റം ചെയ്യുന്നു എന്ന് മാത്രമല്ല, എൻ്റെ കൂടെ കുറ്റം ചെയ്ത ആളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു. കാരണം അയാൾ എൻ്റെ ആളാണ്. ഈ അഴിമതിയാണ് ഇപ്പൊ ഏറ്റവും ഗൗരവതരമായി കേരളത്തിലുള്ള ഒരു അഴിമതി. പക്ഷേ ഇപ്പോൾ ഒരു സംശയം എന്താ വെച്ചാൽ, എന്തായാലും മരം മുറിച്ചു, അത് 3 മാസം ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈട്ടി, അതുപോലെ തന്നെ മഹാഗണി, ചന്ദനം തുടങ്ങിയവ മുറിക്കാനുള്ള അനുമതി കിട്ടിയത്. അപ്പോൾ ചന്ദനം ഒഴിച്ചു. അപ്പൊ ആ മുറിച്ച് അവിടെ ഇട്ടല്ലോ, ഇനി അത് ഞങ്ങൾക്ക് വിട്ടുതരണമെന്നാണ് ഇവരിപ്പോഴും ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് ചെയ്തത് ശരിയാണെന്നല്ലേ, വിട്ടുതരണമെന്ന് ആവശ്യം? അല്ല, അവരിപ്പോഴും ശരിയാണെന്നാണല്ലോ പറയണേ. ഈ മരം മുറിച്ചവരിപ്പോ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയും, തെറ്റിയതൊന്നും പറയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നിൽക്കട്ടെ. മരം മുറിച്ചത് തെറ്റ്, ഉത്തരവുണ്ട് തെറ്റ്, വ്യാജരേഖ ചമച്ചതടക്കമുള്ള ക്രിമിനൽ കേസില്ലേ ഇവരുടെ പേരിൽ. ആ ക്രിമിനൽ കേസിലെ പ്രതികൾക്കെതിരെ എന്താ മുമ്പോട്ട് പോകാത്തത്? ഒരു നടപടിയായിട്ട് മുമ്പോട്ട് പോകാത്തത്? അത് ഇപ്പോൾ ഒബ്വിയസ് ആയ കൃതിയാണ്. അതായത് ഇപ്പോൾ ശബരിമല പോലെ അവിടെയാണോ ഇവിടെയാണോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഉണ്ടാക്കിയത് ആരാന്നറിയാം, വ്യാജരേഖ ഉണ്ടെന്നറിയാം, ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഈ അവിടം കൊണ്ട് നിന്നില്ല ഇവര്. ഈ അഗസ്റ്റിൻ സഹോദരന്മാര് ഇതിനു ശേഷം മറ്റേ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടില് ഇവരുടെ ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമി ടൗൺഷിപ്പിന് വേണ്ടി കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം. അത് കഴിഞ്ഞ് മെസ്സി അതിൽ കച്ചവടക്കാരനായ ഒരു മന്ത്രി ഇവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു തരികിട, ഇവരുമായിട്ട് സർക്കാർ പിന്നെയും കൂട്ട്. ഈ ടൗൺഷിപ്പ് സ്ഥലം കൊടുക്കാന്ന് മാത്രമല്ല, ടൗൺഷിപ്പ് ഞങ്ങൾ ഉണ്ടാക്കി തരാന്നാണ്. അതെ, മൊത്തം കൊള്ള സംഘമാണ്, മൊത്തം പലതരത്തിലുള്ള കൊള്ളയാണ്. മരം കൊള്ള മാത്രമല്ല, ഈ പറഞ്ഞ പോലെ അവിടെ കൊള്ള നടത്തുന്നു, വയനാട്ടിൽ ഭൂമി കൊടുക്കാന്ന് കച്ചവടം നടത്തുന്നു. ഇവിടെ ഈ മെസ്സി വരുന്ന പറയൽ മാത്രമല്ല, കാശ് എത്ര പിരിച്ചു. മെസ്സി വന്നാൽ എനിക്കറിയാം, ഹൈദരാബാദിൽ മെസ്സി ഒരു വാർത്ത കണ്ടിരുന്നോ, മെസ്സിക്കൊപ്പം സെൽഫി എടുക്കാൻ 25,000 രൂപ മേടിച്ച ഒരാളുണ്ട്. അയാൾ മുങ്ങി. കാരണം മെസ്സി പോയി, മെസ്സിയുടെ വഴിക്ക് പോയി. അപ്പൊ ഇവിടെ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടാവും? മെസ്സിക്കെതിരെ ഒപ്പം സെൽഫി എടുക്കാൻ വേണ്ടി ഇയാൾ എത്ര കോടി രൂപ പിരിച്ചിട്ടുണ്ടാവും? കേരളത്തിൽ നമുക്കറിയാലോ, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ഇങ്ങനെ വലിയ ക്യൂ ആയിരിക്കും മെസ്സിക്കൊപ്പം സെൽഫി എടുക്കാൻ. അപ്പോൾ ഒരു കോടിക്കണക്കിന് രൂപ പിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ കണ്ടിട്ടാണ്. ആ സ്റ്റേഡിയം ഇപ്പൊ നാശകോശമാക്കിയിട്ടില്ലേ?
അയാൾ അവിടെയും ചോദ്യമുണ്ട് ഈ പറഞ്ഞതുപോലെ. ആ സ്റ്റേഡിയം ഏത് കരാറിന്റെ പുറത്ത് ഇയാൾക്ക് കൈമാറി നിന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, അത് താൻ നന്നാക്കിക്കോന്ന് ഒരു ആൻഡോ അഗസ്റ്റിനോട് പറയാൻ കഴിയുന്നതാണോ ഒരു മേയർക്ക് അല്ലെങ്കിൽ GCDAക്ക്? ആർക്ക് പറയാൻ പറ്റുമോ അത്? അപ്പൊ ആരാ ഇയാൾക്ക് ഈ സ്റ്റേഡിയം കൊടുത്തത്? ആരാ ഇയാളോട് നന്നാക്കാൻ പറഞ്ഞത്? അങ്ങനെ ഒരു കാര്യമല്ലേ. ഇപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നന്നാക്കിക്കോളൂ രാമേന്ദ്ര എന്ന് ഞാൻ പറഞ്ഞ രാമേന്ദ്രൻ നാളെ പോയി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പൊളിക്കാനും പിടിക്കാനും നിൽക്കാൻ പറ്റുമോ? അതൊരു പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ, അതിനൊരു പ്രൊസീജിയർ ഇല്ലേ? ആരാ പറഞ്ഞത്? അതൊന്നും ഇവിടെ ചോദ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഭരണത്തിൽ അങ്ങേയറ്റത്തെ പങ്കുണ്ട്. ഈ ഇതിലെ കള്ളത്തരം മുഴുവൻ ഇവർക്കും അറിയാം, നടത്തുന്നവർക്കും അറിയാം, നടത്തിപ്പിക്കുന്നവർക്കും അറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ട് ഇയാളെ ഇപ്പോഴും ചാനലിൽ വന്നിരുന്ന് വർത്താനം പറയാനും ഉള്ള ആ സംഗതി ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അയാൾക്കുള്ള അതെങ്ങനെയാണ് കേരളത്തിൽ കിട്ടുന്നത്? കേരളം ഭരിക്കുന്ന കൃത്യമായി പിണറായി വിജയൻ, ഞാൻ വ്യക്തിപരമായി പറയല്ല, പിണറായി വിജയൻ ദൈവമാണെന്ന് പറയുന്ന ആ കൂട്ടത്തിന്റെ ശക്തി തന്നെയാണ് ഈ ആൻഡോ അഗസ്റ്റിന്റെയും മരമുറിയുടെയും ചാനലിന്റെയും മെസ്സിയുടെയും ഒക്കെ ശക്തി. അതുകൊണ്ടാണ് ഇവരെ തൊടാൻ കഴിയാതെ വരുന്ന വലിയൊരു സർക്കിൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.